വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. പറയാനിനിയും 31. അല്പം അകലെ നിന്നുകൊണ്ട് കിരണപ്പോൾ ഒരു വിജയിയുടെ ഭാവത്തിൽ അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താ വേണ്ടത്? വേഗം തീരുമാനമെടുക്കണം, നമുക്ക് അധികം സമയമില്ല. വക്കീൽ ധൃതി പിടിച്ചു. ഒന്നും പറയാനില്ലാത്തതുപോലെ വിഭ തല താഴ്ത്തി. അവളുടെ കവിളിലൂടെ ഒഴുകിയ വേദനയുടെ ചൂട് സുദേവിനെയും രമയെയും പൊള്ളിച്ചു. ചിറ്റെ, നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞവരാരും നാളെ വിഭക്കുട്ടിയുടെ ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടി ഒരു ചെറു വിരൽ പോലും ഉയർത്തില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇത്രയും ദിവസം ആ കൊച്ചു ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും തിരിഞ്ഞു പോലും നോക്കാത്തവരാണ് ഇപ്പോൾ മാറി നിന്ന് കല്ലെറിയുന്നത്. എന്നിട്ടും അവളുടെ ജീവിതത്തിലെ ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യത്തിന് വേണ്ടി അങ്ങനെയുള്ളവരോട് ചിറ്റ അഭിപ്രായം ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ വീട്ടിലെ കൊച്ചായിരുന്നുവെങ്കിൽ ആ സ്വർണത്തിനേക്കാൾ വില ഇവളുടെ സന്തോഷത്തിന് ഞാൻ നൽകൂ. അത്രയും പറഞ്ഞിട്ട് അവൻ വിഭയ്ക്ക് നേരെ തിരിഞ്ഞു. വിഭക്കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ബന്ധുക്കളാണ് കൂടെയുള്ളതെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്നതിൽ ഒരർത്ഥമുണ്ട്. പക്ഷെ ചെളി വാരി എറിയാൻ വേണ്ടി മാത്രം നാവളക്കുന്ന ബന്ധുക്കളുടെ അഭിപ്രായത്തിന് ആ ഒരു പ്രാധാന്യം മാത്രം നൽകിയാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ആലോചിച്ചൊരു തീരുമാനമെടുക്കൂ. അത്രയും പറഞ്ഞിട്ട് അവൻ കൈ കെട്ടി അവരുടെ മുന്നിൽ നിന്നും മാറി നിന്നു. കരഞ്ഞു കലങ്ങി ചുവന്ന കണ്ണുകൾ കുറുക്കി അവൾ അവനെ നോക്കി. ഇങ്ങനെ നിന്ന് ഉപദേശിക്കാതെ അങ്ങനെ ചെയ്താൽ മതിയെന്ന് ഉറപ്പിച്ച് എന്നോട് പറഞ്ഞൂടെ മാഷേ? എങ്കിലൊരു പക്ഷേ ഞാൻ പോലും അറിയാതെ എന്റെ നാവും അത് ഏറ്റു പറഞ്ഞേനെ. അവളുടെ മനസ്സ് അവനെ നോക്കി നിശബ്ദമായി കേണു. അവനപ്പോൾ അവളുടെ മനസ്സിലെ ആ ചിന്തകളെക്കുറിച്ചറിയാതെ പ്രതീക്ഷയോടെ രമച്ചിറ്റയെ നോക്കുകയായിരുന്നു. വിഭയും പ്രതീക്ഷയറ്റ കണ്ണുകൾ തിരിച്ച് രമച്ചിറ്റയുടെ നേർക്കു നോക്കി. ഒരാശ്രയത്തിനായി തന്നെ നോക്കുന്ന അവളുടെ കണ്ണുകളുടെ നോവിന്റെ മൂർച്ച തന്റെ ഉള്ളിനെ കുത്തിക്കീറി മുറിവുണ്ടാക്കുന്നത് ചിറ്റ അറിഞ്ഞു. അവരുടെ മനസ്സൊന്നു പിടഞ്ഞു. ആ അമ്മ മനസ്സിലൊരു കുഞ്ഞിക്കിളി പ്രാണനു വേണ്ടി കൊക്കു പിളർത്തി കരഞ്ഞു. ചേച്ചിയുടെ മകളാണെങ്കിലും സ്വന്തം മകളെ പോലെയേ ഇന്നേ വരെ കരുതിയിട്ടുള്ളൂ. അവളാണിപ്പോ തന്റെ മുന്നിൽ നിന്ന് സമാധാനം നിറഞ്ഞൊരു ജീവിതത്തിനായി നിശബ്ദയായി കേഴുന്നത്. എന്തു വേണമെന്നൊരു തീരുമാനമെടുക്കാനാവാതെ അവർ നിന്നുരുകി. എങ്കിൽ ശരി, കേസ് നീട്ടിവെക്കാനായി ഞാൻ അവരോട് പറയാം. അവർക്കിനി എന്ന് സ്വർണം തരാൻ പറ്റുമെന്ന് അവർ പറയട്ടെ. അന്നത്തേക്ക് നമുക്ക് ലാസ്റ്റ് ഹിയറിങ്ങിനുള്ള ദിവസവും തീരുമാനിക്കാം. അതുപോരെ? ഒരു ഉത്തരത്തിനായി ജിനീഷ് പോൾ 3 പേരെയും നോക്കി. ആരുടെ പക്കലും അതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അല്പനേരം കൂടി അവരുടെ പ്രതികരണത്തിനായി കാത്തുനിന്നതിന് ശേഷം നിവൃത്തിയില്ലാതെ ജിനീഷ് പോൾ കേസ് മാറ്റിവെക്കുന്ന കാര്യം സംസാരിക്കാനായി ഷീലാരത്നത്തിന് നേർക്കു നടന്നു. ജീവിതം വീണ്ടും കൈവിട്ടു പോകുന്നതിന്റെ വേദനയിൽ നീറിയ വിഭ തിരികെ കാറിലേക്ക് കയറാനായി ബാക്ക് ഡോർ തുറന്നു. സുദേവ് ഒരിക്കൽ കൂടി പ്രതീക്ഷയുടെ ചിറ്റയുടെ നേരെ നോക്കി. ചിറ്റ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളിങ്ങനെ ആലോചിച്ചു നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതോ വിഭക്കുട്ടിയുടെ സന്തോഷത്തിന് ചിറ്റയുടെ മനസ്സിലും ഇത്രയൊക്കെ വിലയേ ഉള്ളോ? ജിനീഷ് പോൾ അപ്പോൾ കോടതി വരാന്തയിൽ നിൽക്കുന്ന ഷീലാരത്നത്തിനും കിരണിനും നേർക്ക് നടക്കുകയായിരുന്നു. വക്കീലേ! ആ പിൻവിളിയിൽ രമച്ചിറ്റയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. സുദേവിന്റെ മുഖം ഒരു ചിരിയിൽ മുങ്ങി. കാറിനകത്തേക്ക് കയറാൻ എടുത്തുവെച്ച കാല് പിൻവലിച്ച വിഭ കണ്ണുകൾ വിടർത്തി ചിറ്റയെ നോക്കി. രമച്ചിറ്റയുടെ ആ വിളി കേട്ട് വക്കീൽ തിരിഞ്ഞു നിന്നു. വക്കീലെ, 2 സ്റ്റേഷനുകളിലെയും കേസ് പിൻവലിച്ചതിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ കോപ്പി വക്കീലിന്റെ കയ്യിലില്ലേ? രമച്ചിറ്റ ചോദിച്ചു. ഉണ്ട്. വിഭാവരി കൊടുത്ത പരാതികൾ പിൻവലിക്കുന്നതായി 2 സ്റ്റേഷനുകളിലും കൊടുത്ത അപേക്ഷയിൽ SHOമാർ സൈൻ ചെയ്തതിന്റെ കോപ്പി കയ്യിലിരിക്കുന്നത് വക്കീൽ കാട്ടിക്കൊടുത്തു. ശരി, എങ്കിൽ അവരോട് പറയും അവൻ കോടതിയിൽ കയറി മ്യൂച്വൽ ഡിവോഴ്സിനുള്ള സമ്മതം നൽകി കഴിഞ്ഞാൽ 2 സ്റ്റേഷനുകളിലെയും പരാതികൾ നമ്മൾ പിൻവലിച്ചതിന്റെ കോപ്പികൾ അവർക്ക് നൽകാമെന്ന്. അതുകൂടാതെ ബാക്കി 4 പവൻ എന്നത്തേക്ക് തരാൻ പറ്റുമെന്ന കാര്യവും അവരെഴുതി നൽകണം. അത് സമ്മതമാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കോടതിയിൽ ഫൈനൽ ഹിയറിംഗിന് കയറാം. അത്രയും പറഞ്ഞിട്ട്
രമച്ചിറ്റ സുദേവിനെ നോക്കി. അത് പോരെ സുദേവേ? അത് കലക്കി എന്ന മട്ടിൽ അവൻ ആംഗ്യം കാണിച്ചു. വിഭയുടെ മനസ്സിൽ വീണ്ടും ഒരു പ്രതീക്ഷ ഉണർന്നു. അതിന്റെ തെളിച്ചം അവളുടെ മുഖത്തേക്കും പടർന്നു. ഒരു കാര്യം കൂടി സാർ അവരോട് പറയണം. ഇനി ഇതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ വിഭാവരിയെ ഉപദ്രവിച്ചതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വെച്ച് പുതിയൊരു പരാതി കൂടി നമ്മൾ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും അയക്കും എന്നുകൂടി പറയണം. സുദേവ് കൂട്ടിച്ചേർത്തത് സമ്മതിച്ചതുപോലെ തലകുലുക്കിയിട്ട് തന്റെ ഭാഗം വിജയിച്ചതിന്റെ സന്തോഷത്തോടെ വക്കീൽ ഷീലാരക്തത്തിന് നേർക്ക് നടന്നു. അവൻ തലചരിച്ച് വിഭാവരിയെ നോക്കി. അവൾ നിറഞ്ഞ ചിരിയോടെ കാറിൽ ചാരി നിൽക്കുകയായിരുന്നു. ഹാപ്പി ആയില്ലേ വിപക്കുട്ടി? അവൾ ചിരിച്ചുകൊണ്ട് തന്നെ തലകുലുക്കിക്കൊണ്ട് സുദേവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അയാളുടെ കയ്യിൽ മെല്ലെ ഒന്ന് നുള്ളി. അവളുടെ ആ പ്രവൃത്തിയിൽ അത്ഭുതപ്പെട്ട് കൈ തിരുമുമ്പോഴും സന്തോഷത്തോടൊപ്പം അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ നേരിയ ഒരു പരിഭവം എന്തിനെന്ന് അവന് മനസ്സിലായില്ല. കിരണിന്റെ അടുത്തേക്ക് ചെന്ന വക്കീൽ ഷീലാരത്നവുമായി സംസാരിക്കുന്നതും അവരെന്തോ പറഞ്ഞത് നിഷേധിക്കും പോലെ കിരൺ ശബ്ദമുയർത്തുന്നതും നോക്കി സുദേവ് നിന്നു. അവരുമായി അല്പനേരത്തെ സംസാരത്തിനൊടുവിൽ വക്കീൽ തിരികെ എത്തി. വക്കീൽ അടുത്തേക്ക് എത്തിയ ഉടനെ സുദേവ് ചോദിച്ചു, എന്തായി? അവൻ ആദ്യമൊന്നുടക്കി. പക്ഷെ പ്രശ്നമാകും, അകത്ത് പോകേണ്ടി വരുമെന്ന് അവന്റെ വക്കീൽ തന്നെ പറഞ്ഞു കൊടുത്തപ്പോൾ അവന് കാര്യം മനസ്സിലായി. എങ്കിൽ ഇനി ഒട്ടും നമുക്ക് വൈകണ്ട, കോടതിക്കകത്തേക്ക് കയറാം. വക്കീൽ പറഞ്ഞത് കേട്ട് സുദേവിന്റെയും രമച്ചിറ്റയുടെയും മുഖത്ത് ആശ്വാസം തെളിഞ്ഞു. പക്ഷേ കോടതിക്കകത്തേക്ക് കയറുന്ന കാര്യമോർത്തതും വിഭയ്ക്ക് കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. അവളുടെ ആ പരവേശം കണ്ടതും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ സുദേവ് തിരിഞ്ഞു നിന്നു. എന്താ വിഭക്കുട്ടി, പേടിയുണ്ടോ കോടതിയിൽ കയറാൻ? ഏയ്, കുഴപ്പമൊന്നുമില്ലെന്ന മട്ടിൽ അവൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും വിളറി വെളുത്ത മുഖം ചതിച്ചു കളഞ്ഞു. പേടിക്കാതെ വായോ. സുദേവ് അവൾക്ക് നേരെ കൈനീട്ടിയതും കൂടുതലൊന്നും ആലോചിക്കാതെ ഒരാശ്രയം കിട്ടിയതുപോലെ അവൾ ആ കയ്യിൽ കയറി പിടിച്ചു. സുദേവിന്റെയും ചിറ്റയുടെയും നടുക്കു നടന്നുകൊണ്ടവൾ കോടതിയുടെ പടികൾ കയറി. വിഭ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? കോടതിക്കകത്ത് കയറി നിൽക്കുമ്പോൾ ജഡ്ജി ചോദിക്കും, ഡിവോഴ്സ് വേണമെന്ന് തന്നെയാണോ തീരുമാനമെന്ന്. അപ്പോൾ അതെ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ചോദിക്കുന്നത് ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഇനി വല്ലതും തിരികെ കിട്ടാനുണ്ടോ എന്നായിരിക്കും. അതിനും ഇല്ല എന്ന് മറുപടി തന്നെ പറഞ്ഞാൽ മതി. കോടതിയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നും ചിലപ്പോൾ ചോദിച്ചേക്കാം. അതിനും ഒന്നുമില്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? വക്കീൽ വിഭയെ ഒരിക്കൽ കൂടി എല്ലാമൊന്ന് ഓർമ്മിപ്പിച്ചു. വിഭ മറുപടി പറയാതെ തലകുലുക്കി. അതോടെ വക്കീൽ കോടതിക്കകത്തേക്ക് കയറി. വിഭ ചിറ്റയുടെ കൈവിരലുകളിൽ തൂങ്ങി കോടതിയുടെ വാതിലിന് മുന്നിൽ നിന്നു. ഇടയ്ക്കൊക്കെ തിരിഞ്ഞു നോക്കി സുദേവ് തൊട്ടുപുറകിൽ തന്നെയുണ്ടെന്നവൾ ഉറപ്പുവരുത്തിക്കൊണ്ടിരുന്നു. അല്പസമയത്തിന് ശേഷം അവളുടെ പേര് വിളിച്ചതും അകത്തേക്ക് കയറാതെ വിറച്ചു നിന്ന അവളെ ചിറ്റയാണ് ഉന്തിത്തള്ളി കോടതിക്കകത്തേക്ക് കയറ്റിയത്. ജിനീഷ് പോൾ എഴുന്നേറ്റ് നിന്ന് അവളെ അടുത്തേക്ക് വിളിച്ചതും ഒരിക്കൽ കൂടി ഒന്ന് തിരിഞ്ഞ് ചിറ്റയെയും സുദേവിനെയും നോക്കിയ ശേഷം അവൾ പതുക്കെ വക്കീലിന്റെ അടുത്തേക്ക് നടന്നു. പറഞ്ഞിരുന്നത് പോലെ തന്നെയായിരുന്നു കോടതിയിൽ നിന്നും ചോദ്യങ്ങൾ വന്നത്. അതിനനുസരിച്ചുള്ള മറുപടിയും നൽകിയതിനു ശേഷം അവൾ പുറത്തേക്കിറങ്ങി. വെപ്രാളവും ഭയവും കൊണ്ട് മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ കേർച്ചീഫ് എടുത്ത് തുടക്കുന്നവളെ നോക്കി സുദേവ് കണ്ണൊന്ന് ചിമ്മിക്കാണിച്ചു. പുരികങ്ങൾ ചുളിക്കൊന്ന് ചിരിച്ചിട്ട് അവൾ കോടതിക്കകത്തേക്ക് നോക്കി. കിരണിനെ ആയിരുന്നു പിന്നീട് അകത്തേക്ക് വിളിപ്പിച്ചത്. അവനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മ്യൂച്വൽ ഡിവോഴ്സിന് സമ്മതമാണ് എന്ന് പറഞ്ഞതോടെ രമച്ചിറ്റ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. വിഭയുടെ തോളിലൊന്ന് തട്ടിയിട്ട് പെരുവിരൽ ഉയർത്തി കാട്ടിയ ശേഷം സുദേവ് പുറത്തേക്കിറങ്ങി. കിരൺ പുറത്തേക്കിറങ്ങി വന്നപ്പോൾ അവളൊന്ന് പേടിച്ചെങ്കിലും അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ കോടതി വരാന്തയിലേക്ക് മാറി നിൽക്കുകയാണ് ചെയ്തത്. അല്പസമയത്തിനു ശേഷം വക്കീൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും സുദേവും തിരികെ എത്തി. അവൻ കയ്യിലിരുന്ന മിൽക്കി ബാറിന്റെ ചോക്ലേറ്റ് വിഭയ്ക്കും ചിറ്റയ്ക്കും വക്കീലിനും കൊടുത്തു. ഇനി എല്ലാവർക്കും അല്പം മധുരം കഴിക്കാം. അവൻ പറഞ്ഞത് കേട്ട് നിറഞ്ഞ ചിരിയോടെ അവരാ ചോക്ലേറ്റുകൾ വാങ്ങി. അവൾ ആ ചോക്ലേറ്റ് പൊട്ടിച്ച് അതിലൊരു കഷ്ണം അടർത്തിയെടുത്ത് വായിലേക്ക് വെച്ചു. നാവിലെ രുചിമുകുളങ്ങൾക്കൊപ്പം മനസ്സും ആ മധുരം നുണഞ്ഞു. 2 മാസം കഴിഞ്ഞ് ആ 4 പവൻ തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതവർ എഴുതി തന്നിട്ടുമുണ്ട്. പക്ഷെ കിട്ടിയാ പറയാം കിട്ടിയെന്ന്, അത്രേ ഉള്ളൂ. പിന്നെ 2 ആഴ്ചക്കുള്ളിൽ ഡിവോഴ്സ് പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ഞാൻ വിളിച്ചു പറയാം. അപ്പോൾ ഇവിടെ വന്ന് ഓഫീസിൽ നിന്നും വാങ്ങിയാൽ മതി.
വക്കീൽ പറഞ്ഞു. നമ്മുടെ മെയിൻ കാര്യം എന്തായാലും കുഴപ്പമൊന്നും കൂടാതെ നടന്നില്ലേ? ഇനി 4 പവനല്ലേ, അതും നമുക്ക് വാങ്ങിക്കാന്നേ. ഇവിടെ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? അവരെ സമാധാനിപ്പിച്ച ശേഷം സുദേവ് ചോദിച്ചു. ഇനിയിപ്പോ ഇവിടെ ഒന്നുമില്ല, നമുക്ക് പോകാം. വക്കീൽ പറഞ്ഞതോടെ അവർ പുറത്തേക്കിറങ്ങി കാറിൽ കയറി. അകന്നു പോകുന്ന ആ കാറിനെ നോക്കി എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് കിരൺ അപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വക്കീൽ പറഞ്ഞതുപോലെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഡിവോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് റെഡിയായത് വാങ്ങാൻ വിഭ രമച്ചിറ്റയോടൊപ്പം സുദേവിന്റെ കാറിൽ തന്നെയാണ് വന്നതും. 2 വർഷത്തോളം അനുഭവിച്ച ദുരിതങ്ങളുടെ മോചനപത്രമായ ആ സർട്ടിഫിക്കറ്റ് കയ്യിലേക്ക് കിട്ടിയതും കൊച്ചു പിള്ളേരെ കൂട്ട് 2 കാലും തൂങ്ങിക്കുത്തി പതുക്കെ തുള്ളിച്ചാടുന്നവളെ നോക്കി രമച്ചിറ്റ കുലുങ്ങിച്ചിരിച്ചപ്പോൾ സുദേവ് അവളെ ഒരു പുഞ്ചിരിയോടെ നോക്കി തല കുടയുകയായിരുന്നു. തിരികെ പോകാനായി സുദേവ് കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സാധാരണ പുറകിലിരിക്കുന്നവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരിക്കുന്നത് കണ്ട് സുദേവ് തലചരിച്ച് അവളെ ഒന്ന് നോക്കി. മാഷേ, നമുക്കൊന്ന് ആലപ്പുഴ ബീച്ചിൽ പോയിട്ട് പോകാൻ കേട്ടോ. അവന്റെ നോട്ടത്തിന് മറുപടിയെന്നോണം പറഞ്ഞിട്ട് അവൾ നോട്ടം മാറ്റി. ഈ ഉച്ച സമയത്ത് ബീച്ചിൽ പോകാനോ? നിനക്കെന്താ വട്ടുണ്ടോ കുഞ്ഞോളെ? പുറകിൽ നിന്നും ചിറ്റ പറഞ്ഞത് കേട്ട് അവൾ ചുണ്ടുകൾ ചുളുക്കി ചിറ്റയെ തിരിഞ്ഞു നോക്കി. ബീച്ചിൽ പോകാൻ അങ്ങനെ സമയമൊക്കെ ഉണ്ടോ? ഇന്നേ സന്തോഷിക്കേണ്ട ദിവസമാ, അപ്പോ ഒന്ന് അടിച്ചു വിളിക്കാം, ഇല്ലേ മാഷേ? പിന്നല്ലാതെ. ചിരിച്ചുകൊണ്ടവൻ കാറ് മുന്നോട്ടെടുത്തു. അന്ന് സ്വർണം വാങ്ങാതെ ഡിവോഴ്സിന് സമ്മതിച്ചത് കാരണം ആ പുള്ളിക്കാരി പിന്നെ വിളിച്ച് വല്ലതും പറഞ്ഞായിരുന്നോ? ബീച്ചിലേക്കുള്ള വഴിയിൽ ഇടയ്ക്ക് വെച്ച് സുദേവ് ചോദിച്ചത് കേട്ട് പുറത്തെ കാഴ്ചകളിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന ബിബ തല ചരിച്ച് അവനെ നോക്കി. പിന്നെ പിറ്റേ ദിവസം തന്നെ ആൾ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളുമായി അടുപ്പത്തിലാ, അതുകൊണ്ട് ആ സ്വർണമൊക്കെ ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചെന്ന്. അത് കലക്കി. അവൻ തല കുലുക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അട്ടെ, ആരാണാ ചെറുപ്പക്കാരൻ? അവന്റെ ആ കുസൃതി ചോദ്യം കേട്ടതും അതേ കുസൃതിയോടെ അവൾ കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. ഒരാളുണ്ട്, സമയമാകുമ്പോ പറയാം. അതു മതി, കൊള്ളാവുന്ന ആളാണെങ്കിൽ നമുക്ക് അങ്ങ് കെട്ടിക്കാം, അല്ലേ ചിറ്റെ? അവൻ പറഞ്ഞത് കേട്ട് പുറകിലിരുന്ന് ചിറ്റ ചിരിച്ചു. ഓ ഞഞ്ഞായി, ഇങ്ങ് വാ കെട്ടിക്കാൻ ഒരങ്ങൻ. മുഖം വെട്ടിത്തിരിച്ചവൾ പിറുപിറുത്തു. ബീച്ചിൽ ആ സമയത്ത് നല്ല വെയിലായിരുന്നു. ചിറ്റയെ കൂടെ തിരകളിലേക്ക് ഇറക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും ചിറ്റ വഴങ്ങാതെ കിട്ടിയ തണലിലേക്ക് മാറി നിന്നു. ഒടുവിൽ സുദേവിന് അവളോടൊപ്പം ആ വെയിലത്ത് കടലിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് മറ്റാരും അവിടെ ഉണ്ടാകില്ലെന്ന് കരുതിയിരുന്നെങ്കിലും മറ്റു ചിലരും ഉണ്ടായിരുന്നു ആ വെയിലിലും കടലിന്റെ ഭംഗി ആസ്വദിക്കാനെത്തിയവർ. നട്ടുച്ച സമയത്തെ ആ പുരുവെയിലത്ത് തിരകൾക്കൊപ്പം ഇറങ്ങിയും കയറിയും കളിക്കുന്നവളെ നോക്കി അവൻ നിൽക്കുമ്പോൾ യാതൊന്നും ശ്രദ്ധിക്കാതെ സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുണയുകയായിരുന്നു അവളുടെ മനസ്സും ശരീരവും. തുടരും. പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകളും ഷെയറുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ.